ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ പേളിമാണിയുടെ ചാനലിൽ ഒരു വീഡിയോ കണ്ട ഒരു ഡിഷാണ് കേട്ടോ. അത് ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി, ഇതുവരെ കാണാത്തൊരു ടൈപ്പ് കറിയായിട്ട് തോന്നി. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ കുറച്ച് പരിപ്പ് ഞാൻ കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കുറച്ച് തക്കാളി, അതേപോലെ തന്നെ 2 പച്ചമുളക് കീറിയിടാം, പിന്നെ കുറച്ച് സവോള ഇടാം. എന്നിട്ട് ഒരു 3 വിസിൽ നമുക്ക് അടിക്കണം കേട്ടോ കുക്കറിൽ. പിന്നെ പാകത്തിന് ഉപ്പിടണം കേട്ടോ. ഉപ്പിട്ടിട്ട് 3 വിസിൽ കുക്കറിൽ അടിക്കുക. ഞാൻ ഇവിടെ പട്ട, 2 ഗ്രാമ്പ്, കുറച്ച് കുരുമുളക് കശകശ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വെളിച്ചെണ്ണയിലോട്ട് ഇടാണ് കേട്ടോ. ഞാൻ ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഉള്ളി, ഒരു 10 ഉള്ളിയോളം എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ഇതും ആ വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. അപ്പോൾ ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലോട്ട് തേങ്ങ വേണം കേട്ടോ. അപ്പോൾ ഒരു അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന രീതിയിൽ കൈവിടാതെ ഇളക്കിയെടുക്കണം കേട്ടോ. കരിയാതെ സൂക്ഷിക്കണം. ഈ തേങ്ങ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മല്ലിയില, അത്യാവശ്യം ഒരു പിടി മല്ലിയില ഞാൻ എടുത്തിട്ട് അതിലോട്ടിട്ട് നന്നായിട്ട് വീണ്ടും വറുത്തെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലോട്ട് എത്തുമ്പോൾ നമുക്ക് പൊടികൾ ഇടണം. അപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികളാണ് നമ്മളിതിലോട്ട് ചേർക്കുന്നത്. അതിലോട്ട് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് പൊടികളും തേങ്ങയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകട്ട്. അപ്പോൾ ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഫ്ലെയിം. എന്നിട്ട് നമ്മൾ സാധാരണ മിക്സിയിൽ അടിച്ചെടുക്കുന്നത് പോലെ തന്നെ ഇത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോഴേക്കും ഇതേ പരിപ്പൊക്കെ വെന്ത് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഇത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒന്ന് തിളച്ച് വരണം. തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച അരപ്പ് ഇതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് മുട്ട പൊരിച്ചെടുക്കാം. ഞാൻ 4 മുട്ടയാണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 4 മുട്ട ഞാൻ ഈ പാത്രത്തിലോട്ട് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് സവോള അരിഞ്ഞത് ചേർക്കുക, ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനിവിടെ ബട്ടറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ മുട്ട പൊരിക്കാനായിട്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ എടുക്കണമെങ്കിൽ എടുക്കാം, പക്ഷേ ടേസ്റ്റ് ഇത്രയും കൂടിയും കൂടും ബട്ടർ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ബട്ടർ നന്നായിട്ട് തടവിയിട്ട് ഞാൻ മുട്ട അതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല തിന്നായിട്ട് വേണം നമ്മൾ മുട്ട പൊരിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട്. നല്ല തിൻ ലെയറായിട്ട് വേണം ഇതിങ്ങനെ പരത്തി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഒരുപാട് മുട്ട ഒഴിച്ച് കട്ടിയിൽ പരത്തിയെടുക്കരുത്, തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം. എന്നിട്ട് അതൊന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ മോൾ ഭാഗം അധികം വേവാനായിട്ട് പാടില്ല. അപ്പോഴേക്കും നമ്മൾ ഹാഫ് കുക്കാകുമ്പോൾ നമ്മളിത് ഇങ്ങനെ റോളാക്കി എടുക്കാം. ഈ ഒരു രീതിയിൽ ഇങ്ങനെ റോളാക്കി എടുക്കാം. എന്നിട്ട് 2 സൈഡും നല്ല രീതിയിൽ മൊരിയിച്ചെടുത്തതിന് ശേഷം നമുക്കിനി കട്ടയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ 4 മുട്ട എടുത്തിട്ട് എനിക്ക് ഇതേപോലത്തെ 2 റോള് ഉണ്ടാക്കാനായിട്ട് പറ്റി. ഇനി ഇത് ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ പീസുകൾ കിട്ടിയിട്ടുണ്ട്, 4 മുട്ട എടുത്തിട്ട്. ഇനി ഓരോ പീസുകളായിട്ട് നമുക്ക് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ലാസ്റ്റ് ഞാനിവിടെ ഒരു ബട്ടറിൻ്റെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയിലയും പുതിനയിലയും എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ മുട്ട ചുരുട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു കറി ഞാൻ ഉണ്ടാക്കി കണ്ടിട്ടുമില്ല, കഴിച്ചിട്ടില്ല. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിലൊന്ന് അറിയിക്കണം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.